ഹലോ. ഇന്ന് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ പറയാം. ഒരു അത്രയും ഭയങ്കര ഫെയിമല്ല, എന്നാലും സൈഡ് റോളുകളൊക്കെ കുറേ ചെയ്ത ഒരു ആളാണ്. നമ്മുടെ അശോകൻ എന്ന് പറഞ്ഞ നടനാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പുള്ളിയുടെ ഒരു ബിഗിനിങ് ടൈമിൽ ഉള്ളൊരു ഫോട്ടോയാണ് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ വരയ്ക്കണത്. എനിക്ക് പുള്ളിയുടെ പടങ്ങൾ എന്ന് പറയാനാണെങ്കിൽ ആദ്യം എനിക്ക് ഇഷ്ടം, മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു സീനുണ്ട്. അത് മൂന്നാം പക്കം എന്ന് പറഞ്ഞ സിനിമയിൽ ഈ മറ്റേ തിലകൻ്റെ ഈ അഭിനയം കണ്ടിട്ട് അവസാന നിമിഷത്തെ ഇതൊക്കെ കണ്ടിട്ട് അവന് നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൻ കൂട്ടുകാരോട് ഒരു യാത്ര പറച്ചിലുണ്ട്. അത് ഒരിക്കലും എനിക്ക് അതങ്ങോട്ട് വിട്ടുപോയിട്ടില്ല. ഇടയ്ക്കിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓർമ്മയിലേക്ക് കയറി വരുന്നൊരു സീനാണ് ആ ഒരു കഥാപാത്രം കേട്ടോ. നല്ലൊരു കഥാപാത്രമായിരുന്നു. പിന്നെ പുള്ളിയുടെ എനിക്ക് ഓർമ്മ കിട്ടണതെന്ന് പറഞ്ഞാൽ ജാലകം, ഒരു ഇതുണ്ടല്ലോ, പാർവതിയൊക്കെ ആയിട്ടൊരു നല്ലൊരു പാട്ടുള്ള ഒരു പടമുണ്ട്, ജാതകോ അങ്ങനെ ഏതൊരു സിനിമയുടെ ഒരു ജാതകം എന്നെങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദളം എന്നൊക്കെ പറഞ്ഞൊരു പാട്ടാണ്. മാത്രം ഒരു ദളം മാത്രം, അങ്ങനെ എന്തോ ഇതാണ് പാട്ടാണ്. എനിക്ക് പാട്ടുകൾ അത്ര പെടുത്തില്ല. പക്ഷേ അതിലും ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോളേജ് പയ്യനായിട്ടാണ്. പക്ഷെ എന്നാലും ഒരു ഡിപ്രഷൻ നിറഞ്ഞ ഒരാളെ ഞാൻ കണ്ടു ശരിക്കും. ആ ഒരു ഇത് ഞാൻ അത്രയും ഞങ്ങൾ ആഴത്തിൽ കയറിപ്പോയി. നമ്മൾ ഈ പഴയ പടങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും മനസ്സിൽ ആഞ്ഞു തട്ടുന്ന ചില പടങ്ങളാണ്. ഇപ്പോഴത്തെ പടങ്ങളെ കുറ്റപ്പെടുത്തിയല്ല പറയണേ, പക്ഷേ ഞാൻ പറയണത് ഇപ്പോൾ ഈ ആവേശം അങ്ങനത്തെ ഒരു മോഡലല്ലല്ലോ ആ സമയത്ത് വന്നത്. ഒരു എവർഗ്രീൻ അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പറയുക. അപ്പോൾ നമ്മളത് കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യും, പച്ചയായ മനുഷ്യനെ കാണിച്ചു തരിക എന്നൊക്കെ പറയില്ലേ. സാധാരണ ഈ അന്ന് കാലത്ത് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അത് വേറൊരു കാലഘട്ടം പോലെ എനിക്ക് തോന്നുന്നത്. പിന്നെ പുള്ളിയുടെ അതെത്ര ആ പടങ്ങളൊക്കെ കാണുന്നത് നല്ലതായിക്കോട്ടെ. ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ബോറടിക്കുമ്പോൾ. പിന്നെ ഈ പുള്ളിയുടെ യവനിക എന്ന് പറഞ്ഞൊരു സിനിമ, ഗോപിയുടെ, അതിൽ 2-3 സീൻ കണ്ട് എനിക്കുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ അന്വേഷിച്ച് വരുന്ന ഒരു സീൻ, ചൂടായിട്ട് ഇതിലേക്ക് കയറിയിരിക്കുന്ന മറ്റേ തിണ്ണയിലേക്ക് കയറിയിരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് ശരിക്കും കൊച്ചു പയ്യനാണ് ആ സമയത്ത്. ഒരു ദേഷ്യപ്പെട്ടൊരു എനിക്കെന്താ പുള്ളിയുടെ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും, അഭിനയ ശൈലി. പിന്നെ ഈ കാമുകൻ, നിരാശ, ഇതൊക്കെയാണ് പുള്ളി കൂടുതലും വർക്കൗട്ട് ചെയ്തേക്കണത്. ഷായി വരുന്നുണ്ടോയെന്നാവോ നോക്കട്ടെ പതുക്കെ. ഇത് ഞാനൊരു ഉദ്ദേശം വെച്ച് വരക്കണതാണ് കേട്ടോ. നമ്മൾ നോക്കിയിട്ടൊരു റഫായിട്ട് ഇങ്ങനെ ജസ്റ്റ് വരക്കണയാണ്. എവിടെയെങ്കിലുമൊക്കെ ചെറിയ കുറ്റങ്ങൾ വരാം, എന്നാലും മാക്സിമം ഞാനത് നല്ല രീതിയിൽ തന്നെ എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുള്ളൂ അല്ലേ ഒരു വര എന്ന് പറയുമ്പോൾ. ഇതൊരു പഴയ മോഡൽ ലുക്കുള്ള അശോകനാണ് കേട്ടോ. പിന്നെ പുള്ളിയുടെ എനിക്ക് ഓർമ്മയിൽ ഇപ്പോൾ കയറി വരുന്നത് അമരം. അമരത്തിൽ ഒരു അടിപൊളി ഒരു റോളാണ്. ഒരു മുടിയൊക്കെ ഇങ്ങനെ ചുരുട്ടി റാവോലെ നെറ്റിയിലേക്ക് ഇട്ടിട്ട് അതൊരു നല്ല റോളായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒരു കാമുവിൻ്റെ റോള് അല്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഒരു റോള്. പക്ഷേ നല്ലൊരു ഇതായിരുന്നു കേട്ടോ. നല്ലൊരു റോളായിരുന്നു. അതിന് ഇമ്പോർട്ടൻസ്
വേറെയാണ്, അത് കഥയുടെ തീം വേറെയാണെങ്കിലും ആ റോള് എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. പിന്നെ എനിക്ക് പുള്ളിയുടെ തോന്നിയേക്കണത് ഹരിഹർ നഗറൊക്കെ ഓക്കെയാണ്. തോമസ് ഊട്ടി അതൊരിക്കലും വർക്കാവട്ടില്ല. പുള്ളിയുടെ ഏറ്റവും വലിയ എന്താ പറയുക, റിമാർക്കബിൾ ക്യാരക്ടറൊക്കെ എന്നൊക്കെ പറയാമല്ലോ അല്ലേ, അത് തോമസ് ഊട്ടി വിട്ടോളാം. അതൊക്കെ ആ പടം ഞാൻ തിയേറ്ററിൽ പോയി തന്നെ കണ്ടത് പടമാണ്. പിന്നെ വേറെ രണ്ട് മൂന്ന് പഴയ പടങ്ങളുണ്ട്, എനിക്ക് ആ പേര് ഓർമ്മയില്ല. ഞാൻ ചില സമയം പറയുന്ന പേരുകളൊക്കെ അങ്ങനെയൊക്കെ മാറി നിന്നൊക്കെ ഇരിക്കുക. പക്ഷേ എനിക്ക് കണ്ട് ശാരി നായികയായിട്ട് ഒരു പടമുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. ശാരികയുടെ ഒരു ലവറായിട്ട് വന്ന് മരിച്ചു പോയിട്ട്, ശാരിക മരിച്ചു വന്ന ഒരു സിനിമ, അത് നല്ലൊരു ഫിലിം, നല്ലൊരു ഇതായിരുന്നു. ആയി വരുന്നുണ്ടോയെന്നാവും, നോക്കട്ടെ, പതുക്കെ ആവുന്നുണ്ട്. പടത്തിൻ്റെ പേര് എനിക്ക് തോന്നുന്നു ഒരു മെയ് മാസ പുലരി അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ അങ്ങനെ എന്തോ ഒരു പാട്ട്, ഞാനൊരു പൂമ്പാറ്റെ അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടുള്ളൊരു പാട്ടാണ്, നല്ല പാട്ടാണ് കേട്ടോ. ഞാൻ ഈ പഴയ അശോകനെ വരക്കൊണ്ടാണ് പഴയ ഓർത്തെടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ സ്റ്റഡി നടത്തിയൊന്നുമില്ല, എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ പെട്ടെന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ വേണമെങ്കിൽ ഒരു പക്ഷേ തെറ്റ് ഉണ്ടാവും കേട്ടോ. സിനിമ പേരുകളൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാതിരിക്കും കേട്ടോ. പിന്നെ ഏകദേശം ആയി തോന്നുന്നു. പിന്നെ പുള്ളിയുടെ ഈ ലേറ്റസ്റ്റ് കുറേ നല്ല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, കുറേ പടങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല ഞാൻ. അത് ക്ലിക്കായ കുറേ പടങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നല്ല നല്ല കഥാപാത്രങ്ങൾ പുള്ളിക്ക് വരട്ടെ. ഓക്കെ, ശരി, താങ്ക് യു.